പടം സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന സിനിമയാണ്. സൂപ്പറായിട്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കോമഡീസൊക്കെ വളരെ നാച്ചുറലാണ്. എല്ലാം മൂവി മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാണ്. പക്ഷേ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. താങ്ക് യു. പടം അൻപോട് കൺമണി സൂപ്പർ മൂവിയാണ്. ഗുഡ് ഫീൽ മൂവി എന്ന് വെച്ചാൽ നമ്മൾ ആ വാത്സല്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കണ്ണ് നിറഞ്ഞ പടമാണ്. എന്ന് വെച്ചാൽ അത്രയും ഫീലും ബെറ്ററാണ് പടം. അതും നമുക്ക് ഈ വിവാഹം കഴിഞ്ഞൊരു പ്രത്യേകം കാണേണ്ടതാണ്. ഫാമിലിയായിട്ട് കഴിയണവർ പ്രത്യേകമായിട്ട് കാണേണ്ടതാണ്. അത്രയും അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണണം. സിനിമ എല്ലാവരും എന്താ പറയുക, ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരുന്നു. എല്ലാവർക്കും മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു. എല്ലാ കോമഡി എലമെന്റ്സ് ആണെങ്കിലും ഫാമിലി സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണം. നല്ല പടം. എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ്. കാരണം ശരിക്കും ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമ. നമ്മൾ നാട്ടുപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളും അതിലൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും, വളരെ രസകരമായിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് എന്താ പറയുക, ഇതൊരു അവരെ ഒരു ഫീലിങ്ങിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കും. കല്യാണം കഴിയാത്തവർക്ക് ഒരു ക്ലാസ്സും ആണ്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവർക്ക് കൂടി ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത്, അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ക്ലാസ് എടുക്കുന്ന മോഡലിലല്ല, പക്ഷെ വളരെ റിലേറ്റബിൾ ആയിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി എന്റർടൈനറാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടം. ചില പടം വളരെ നല്ല പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു വളരെ ഹാർട്ട് ടച്ചിങ് മലയാളത്തിൽ അങ്ങനെ സിബി മലയ സാർ സത്യജിത് സാറൊക്കെ ചെയ്യുന്നത്. കാരണം അതിനൊപ്പം നല്ല മെസ്സേജുള്ള 6-11 ടോപ്പിക്കാണ്. ഇത് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടും കല്യാണം കഴിച്ച കപ്പിൾസ് അവർക്കാണ് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന. കല്യാണം കഴിക്കേണ്ട ആവശ്യം മനസ്സിലായി. പിന്നെ മലയാളികൾ കുത്തുവാർത്താണ് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു മലയാളി കുടുംബം കാണിക്കുന്നത്. ഇത് വളരെ ഹൃദയസ്പർശിയായ ഫിലിമാണ്. ഇത് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയാം. പുതിയ ഡയറക്ടറാണ്. പുള്ളി എന്നിട്ട് വിളിച്ചിട്ടുണ്ട്. അർജുനസം പറയാനുണ്ട്. ഇപ്പോൾ അടുത്ത ജയറാമേട്ടനും പറയാം. നമ്മുടെ കബീർ പൂർണിമ, അടുത്ത കബീർ പൂർണിമയാണ് നമ്മുടെ ആണ് പറഞ്ഞ ചേച്ചി. എല്ലാം കൊണ്ട് എന്നാൽ ഡൊമിനിക്കൽ ഇതിലിപ്പോൾ 100% എല്ലാവരും പോസിറ്റീവ് കൊടുക്കും. ഡൊമിനിക്കൽ മിക്സഡ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഇഷ്ടം. ഡൊമിനിക്കിനെ നാട്ടിൽ ഷൂട്ട് ചെയ്ത തലശ്ശേരിയിൽ ഷൂട്ട് ചെയ്തു. നല്ല പടമാണ്. എൻ്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലാണ്. ഞാനിതിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നാ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഡിഷനിലൂടെയാണ് സെലക്ട് ആയിട്ടുണ്ടായത്. അങ്ങനെ ഷുക്കൂറിൻ്റെ വൈഫായ സുഹറ എന്നുള്ള ക്യാരക്ടർ ചെയ്ത് ഒരു ഫാമിലി മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. പടം കണ്ടിരുന്നു, നന്നായിരുന്നു. നല്ലായിരുന്നു. നല്ല ഇമോഷണലി നല്ല ഫീലൊക്കെ ഉള്ള പടമായിരുന്നു. ഹാപ്പിയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും കാണണം. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. കുറച്ച് സിനിമകൾ വരുന്നുണ്ട്.